ഇന്ന് എല്ലാവരും അമ്മേൻ്റെ വിവരമൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കാവൂലേ. നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് കേട്ടോ. ഇന്നലെ റിസൾട്ട് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പറ്റൂല, ഡോക്ടറില്ല. അപ്പം ഇന്നേക്ക് 3:30 കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അമ്മേനോട് അമ്മ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് കാര്യം അറിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ചികിത്സിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പം ഇന്ന് ഡോക്ടർ ആ സമയത്ത് ഞങ്ങൾ പോവാൻ ഇറങ്ങുന്ന സമയത്ത് ഡോക്ടർ ലീവാന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങളൊരു ഷോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു വൈകുന്നേരം നമുക്ക് കാണാട്ടോ, അപ്പോഴേക്കും റിസൾട്ട് കിട്ടി ഒക്കെ അറിഞ്ഞ് വരാം, വീഡിയോയിൽ പറയാമെന്ന്. പക്ഷേ പറ്റൂല, നാളെ ഇന്നലെ തന്നെ അതാ വീഡിയോ ഇട്ടാഞ്ഞത്. വെറുതെ നമ്മൾ വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കാര്യം അറിഞ്ഞാൽ പോരെ. അതെ, കാര്യം അറിഞ്ഞാൽ പോരെ. അപ്പോൾ റിസൾട്ട് കിട്ടുമ്പോൾ പിന്നെ അതിൽ പറഞ്ഞാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഇന്നലെ നമ്മൾ വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ എന്താ വെച്ചാൽ അമ്മേൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ വയ്യ, എന്നാലും കുറച്ചൊക്കെ ഒന്നിങ്ങനെ ഹാളിക്കൊക്കെ ഒന്ന് പിടിച്ചിട്ടൊക്കെ ഒന്ന് വരാനൊക്കെ പറ്റുന്നുണ്ട്. പറ്റങ്ങോട്ട് കിടപ്പിൽ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു സമാധാനമുണ്ട്. കുറച്ചൊക്കെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ. എന്നാലും ഒന്ന് നീച്ചിരിക്കാനും എല്ലാം നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചുമരുമ്പോൾ തന്നെ പിടിച്ചൊക്കെ നടക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ സന്ധ്യേച്ചി പോയിട്ടുണ്ട്, സിന്ധ്യേച്ചി ഉണ്ട്. നല്ലോണം അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ലല്ലോ. പിന്നെ നമ്മളെ ബന്ധുക്കാരും നമ്മളെ നാട്ടിലുള്ളവരും എല്ലാവരും സിന്ധ്യേച്ചിൻ്റെ വീടിൻ്റെ അടുത്തും സന്ധ്യേച്ചിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരും എല്ലാവരും വരും കേട്ടോ. ഡെയിലി അമ്മേനെ കാണാൻ നോക്കാൻ വരും. കാരണം അമ്മ അങ്ങനെയൊന്നും എല്ലാവരുടെ അടുത്തേക്കും ഇങ്ങനെ പോയിട്ടും അങ്ങനെയൊക്കെ തരം ഇതാണ്. പിന്നെ ഇവരെ 3 ആൾ, അമ്മേൻ്റെ വീടും സന്ധ്യേച്ചിൻ്റെ വീടും സിന്ധ്യേച്ചിൻ്റെ വീടും ഒക്കെ ഒരു സ്ഥലത്താവുകൊണ്ട് അവിടെ ഉള്ളവരൊക്കെ നമ്മളെ എല്ലാവരും വേണ്ടിപ്പെട്ടവരാ. ഇന്നിപ്പോ എന്തായാലും ഭയങ്കര പ്രതീക്ഷ നിൽക്കുന്നു. കാരണം ഡോക്ടറെ കാണാൻ നല്ല റിസൾട്ട് പറയും. ഇതെന്താ എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ, എവിടെയൊക്കെ പടർന്നിട്ടുണ്ട്, എത്ര വലിപ്പമുണ്ട്, അതൊക്കെ ആകെ പ്രതീക്ഷിക്കുക. അതൊക്കെ തെറ്റി, അപ്പോൾ പ്രതീക്ഷകളൊക്കെ പാളിന്ന്. പിന്നെ ഡോക്ടർ ഇല്ലായിരുന്നപ്പോൾ ഭയങ്കര വിഷമം. അവർക്ക് ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ. അതാണ് വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞപ്പോൾ അതുകൂടി അറിഞ്ഞിട്ട് നമ്മൾ പറയാന്ന് കരുതിട്ടാണ് വീഡിയോയില്. അപ്പൊ ഇന്നും വീഡിയോ അല്ലാതൊക്കെ നമ്മളിങ്ങനെ ആകാംക്ഷയിലിരിക്കും പോലെ നിങ്ങൾ ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കാവല്ലേ. എന്തെങ്കിലും ഒന്ന് ആയി കിട്ടി നമുക്കത് അറിഞ്ഞാൽ അതിനനുസരിച്ച് നോക്കിയാൽ മതിയല്ലോ. പിന്നെ വാട്സപ്പിൽ കുറെ പേരുണ്ട്, നമുക്ക് നോക്കാൻ കഴിയില്ല കേട്ടോ, കാരണം തിരക്കാണ്. അതാണ് വാട്സപ്പിൽ വീഡിയോ ഇല്ലെങ്കിലും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ അല്ലല്ലോ. വീഡിയോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വാട്സപ്പിൽ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പിന്നെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യോ അതങ്ങനെ ചോദിച്ച് പറയുന്നുണ്ട്. പിന്നെ ആൾക്കാര് കാര്യം അറിയാതെ അങ്ങനെയല്ലേ നമ്മളെ അവസ്ഥ എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ല. നമ്മളെ ആസ്പത്രി കേസാണ്, വയ്യാത്തയാണെന്നൊന്നും തിരിച്ചു പോവാൻ ഓരോരോ പണിയാണ്. അതിന്റെ ഇടയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നും പതിപോലെ ഞങ്ങൾ രണ്ടാളും ഇറങ്ങിന് പോയിരുന്നു. വന്ന പാടെ ഞാൻ കുളിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഏണിയാകുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങളെ അറിയിക്കണ്ടേ പറഞ്ഞിട്ട് ഞങ്ങൾ എടുക്കുകയാണ്. പിന്നെ സിന്ധ്യേച്ചി ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ പണികളൊക്കെ വൈകുന്നേരം സമയത്ത് നമുക്ക് പണിയല്ലേ. ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നു. സിന്ധ്യേച്ചി നിൽക്കുന്നത് തന്നെ വലിയ ഭാഗ്യം. നമുക്ക് ആള് ഈ ഒരു അവസ്ഥയിൽ നമ്മളടുത്ത് ഒരാൾ ഉണ്ടാണ്ട് എപ്പോഴും. ഇന്ന് വിചാരിച്ചു ഞങ്ങൾ ആദ്യമൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടേ ഫസ്റ്റ് ഡേ അപ്പൂസിന്റെ എന്നൊക്കെ പറഞ്ഞാണ്ട്. പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല. പിന്നെ യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല. ഇന്ന് സാധാ ഒരു നമ്മളെ പുള്ളി ഷർട്ടും പാൻറ്റും ഇട്ടിട്ടാണ് പോയത്. ബുക്കൊന്നും ഒരു റഫ് ബുക്ക് കൊണ്ട് ക്ലാസ്സൊന്നും തുടങ്ങൂലല്ലോ എന്നൊന്നും. അങ്ങനെയാണ് പോയത്. അപ്പം ഞാൻ വിചാരിച്ചോ ഇനി യൂണിഫോമൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം. നാളെ ഇനി യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോകണം. പിന്നെ പുസ്തകമൊക്കെ വാങ്ങിക്കണം കേട്ടോ. നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ട്, പേന വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടെക്സ്റ്റൊക്കെ കിട്ടും. ക്ലാസ്സൊക്കെ തുടങ്ങുന്നു. സ്കൂളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ അപ്പൂസ് ഒന്ന് പോയി. അപ്പോൾ എത്ര നേരം ചാനലിൽ നോക്ക്. വിറക് അവിടെ തുളത്ത് വെച്ചോനെ. ഞങ്ങൾ വിറകും ഇല്ല, ഗ്യാസും ഇല്ലേ. ഗ്യാസ് കുറച്ച് ദിവസം കഴിയാതെ എനിക്ക് കിട്ടൂല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കമൻറ്റിൽ പറഞ്ഞത് നിങ്ങൾക്ക് വിറക് വാങ്ങിക്കൂടെയെന്ന്. ഞങ്ങൾ വിറക് ചോദിച്ചിരുന്നു, പക്ഷെ പച്ചയാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് കത്തിക്കാൻ കിട്ടൂല. പിന്നെ മില്ലുണ്ട് കുറച്ച് അപ്പുറം, അവിടെ ഇനി കിട്ടുമോയെന്ന് ചോദിച്ചു നോക്കട്ടെ. എന്നാലേ എപ്പോഴും നമുക്ക് വെള്ളമൊക്കെ തിളപ്പിക്കണ്ടേ. എന്നാൽ തന്നെ കെറ്റിൽ കിട്ടിയോണ്ട് ചേച്ചി നമുക്ക് കെറ്റിൽ അയച്ചു തന്നിരുന്നു പണ്ട് അമ്മയ്ക്ക് വയ്യാതായ സമയത്ത്. അപ്പോൾ ആ കെറ്റിൽ ഞങ്ങൾ ചായ, ചൂടുവെള്ളം അതൊക്കെ ഉണ്ടാക്കും. നമുക്ക് പെട്ടെന്ന് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അത് വലിയൊരു ഉപകാരം, വലിയൊരു ഇതായിട്ട് അന്നത്തെ ആ സമയത്ത് നമുക്ക് കിട്ടിയോണ്ട് ഇപ്പം നമുക്ക് ഉപകാരത്തിലായി. പിന്നെ ഒരൊറ്റ കമന്റ് നമുക്ക് പറയാതെ വയ്യ. കണ്ടന്റ് ചെയ്യാനൊക്കെ ആൾക്കാർ നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയും. ഞങ്ങൾ പിന്നെ വെച്ചാൽ
അമ്മേനോടൊന്നും പറയരുത് എന്ന് കുറെ ആള് പറഞ്ഞു. പക്ഷെ എന്താ ഞങ്ങള് തമ്മിൽ അറിയാത്തൊരു കാര്യങ്ങളും ഇല്ല കേട്ടോ. അതാണ് അതിന്റെ സത്യം. ഒരു കാര്യം എത്രയ്ക്ക് വലിയ സീക്രട്ട് ആയാലും സീരിയസ് ആയാലും നാലാളിരുന്നിട്ട് ഞങ്ങൾക്ക് ആർക്കൊരു രസമില്ല. എല്ലാരും അങ്ങോട്ട് നാലാളറിയാം. ഞാൻ എത്ര പറയാൻ പറ്റാത്ത അമ്മേനോട് ഇത് പറയാതെക്കൂല. ചിലപ്പോ സന്തോഷേട്ടൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വരും. മൂപ്പരെ മറന്നാലും ഞാൻ അമ്മേനെ പോയിട്ട് പറയും. അതേപോലെ തന്നെ അമ്മ ഇങ്ങനെ എന്തുണ്ടെങ്കിലും അമ്മ എന്നോട് ഇങ്ങോട്ടും പറയും. പിന്നെ അപ്പൂസും അല്ലേ, അവനോട് പിന്നെ പറയാതൊക്കെ ഇല്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് പോണത്. അപ്പൊ അന്ന് പറഞ്ഞിരുന്നു അമ്മേന്റെ ഈ ക്യാൻസർ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുകയാണ്, ക്യാൻസർ ആയതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഈ സമയത്ത് പറയല്ലോ കേട്ടോ. അങ്ങനെ ആൾക്കാർ നല്ല പിള്ളേർച്ച മറുപടിയും കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. നമ്മളതിന് അസുഖം ഉണ്ടാവും വിചാരിച്ചിട്ടല്ലല്ലോ ചാനൽ തുടങ്ങിയത്. നമ്മള് അന്നത്തെ സമയത്ത് പറഞ്ഞാൽ സന്തോഷേട്ടന് ഒരു പണിക്ക് പോകാനും പറ്റൂല, ശ്വാസം മുട്ടലും അലർജി അന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അത്ര അവസ്ഥയാണ്. ഈ നിൽക്കണ ആളല്ല കേട്ടോ, ആകെ മുറിയായിട്ട് ചീഞ്ഞൊലിക്കാന്ന് പറയില്ല, വെള്ളം ഒലിക്കണ ആ അവസ്ഥ. നാക്കൊക്കെ അത് ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്. ഈ നാക്കൊക്കെ ഇങ്ങനെ ആടി കളിക്കുക. നമ്മള് തൊട്ട് നോക്കുമ്പല്ലേ നാക്ക് എങ്ങനെയാവും. എന്നിട്ട് കാലൊക്കെ ആ കറുപ്പൊക്കെ അതാ അങ്ങനെ കാല് ചീഞ്ഞ് നടന്നിരുന്നു. എന്നിട്ട് നമുക്ക് പഴയ വീടൊന്നല്ലേ അല്ലേന്നോ. അപ്പൊ സ്റ്റെപ്പ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പൂതിയായിട്ട് വടി കൊടുക്കും കുത്തിപ്പിടിക്കാൻ. ഒരു കയ്യിൽ ഞാനും പിടിക്കും, ഈ വടിയും പിടിക്കും, എന്നിട്ട് എൻ്റെ തോളത്ത് കഴിക്കും. അങ്ങനെ ഞാൻ മുറ്റത്തേക്കൊക്കെ ഇറങ്ങാൻ പൂതിയായിട്ട് അങ്ങനെയൊക്കെ കൊണ്ട് നടന്ന് ആണ്. പിന്നെ അമ്മ ഒരാൾ പണിക്കായിട്ട് ഞങ്ങളെ നോക്കിയത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ ചാനൽ ഉണ്ടാക്കിയത്. പിന്നെ എനിക്ക് അസുഖം വന്നു. അതുമ്പോൾ ഞങ്ങൾ കുറേ പിന്നെ നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മളെ അസുഖങ്ങൾ നമ്മളെ വീട്ടുവിശേഷമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്, അതൊക്കെ ഇടും. പിന്നെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു. ശരിക്കും നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാറ് നമ്മളിപ്പോൾ അമ്മേനെ പിടിച്ച് കൊണ്ടുവന്നെടുക്കണം, വണ്ടി കയറ്റെടുക്കണം, ഹോസ്പിറ്റലിൽ പോയി മറ്റേ ഇത് ചെയ്തെടുക്കണം, ബ്ലഡ് ചെക്ക് ചെയ്യാനെടുക്കണം, അതൊന്നും നമ്മളതിൽ കാണിക്കില്ലല്ലോ. നമ്മളെ വീട്ടിൽ വന്നിട്ട് ആ വിശേഷം മാത്രം ഇതിൽ കാണിക്കണുള്ളൂ. അല്ല ഇതിനായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വന്നപ്പോൾ എന്താ കാണിക്കാൻ പോണത്, വരുന്നത്, അമ്മയ്ക്ക് സൂചി അടിക്കുന്നത്, അമ്മയ്ക്ക് ഇത് കുത്തുന്നത്. എന്നാലും പനിയൊക്കെ ചിലപ്പോ ഞങ്ങൾക്ക് പോയോടന്നൊക്കെ നല്ല സൗകര്യമായിട്ട് വീഡിയോ എടുക്കാം കേട്ടോ, എന്താ ചെയ്യണ എല്ലാം എടുക്കാം. പക്ഷെ അങ്ങനെ പോന്ന നമ്മള് പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമാണെന്ന് അറിയാം, ആ വിശ്വസിക്കുന്ന ഒരുപാട് ആളുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ പോയാലും കാണിക്കാം. നമ്മള് കാണിക്കില്ല, നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. വെറും നമ്മള് പൈസ എല്ലാവർക്കും അറിയണ്ടെന്ന് കേട്ടിട്ടാണ് വീടിന്റെ ഉള്ളിൽ തന്നെ പറയുന്നത്. അതാണ് പൈസ മാത്രം നമ്മൾ ആഗ്രഹിച്ചാണ്. പൈസ ഇപ്പൊ മനുഷ്യനും പൈസക്ക് മനുഷ്യനെ ആയിസില്ലാണ്ട് അപ്പൊ പൈസ എന്ത് വരും നാളെ പോ അതുമ്പോ മാത്രം നമ്മൾ ആക്രാന്തം പിടിച്ചിട്ട് കൂടുന്നല്ല. ഇപ്പത്തെ അവസ്ഥയിൽ നമുക്ക് നിർബന്ധമാണ്, എന്തെങ്കിലും ആയെങ്കിലും ഉള്ളൂ തുടർന്നുള്ള നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ അതേപോലെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴാണ് എനിക്കാണ് അസുഖം വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ ശരിക്കും ഒരു കുഴപ്പമില്ല, ഇപ്പൊക്കായി. അപ്പൊ ഞാനത് അഭിനയിച്ചിട്ട് എനിക്ക് അസുഖം ഉണ്ടാക്കുകയാണെന്നൊക്കെയാണ് ആ ഒരു വർത്തമാനത്തിൽ പറഞ്ഞത്. ഞാൻ പറയാം എൻ്റെ അസുഖം ഞാൻ ഒരുവിധത്തിൽ ഇപ്പം ഇന്നും ഇന്നലെയൊക്കെ എനിക്ക് കാലുകൊണ്ട് നടക്കാൻ വയ്യ. അങ്ങനെയാണ് വിറകിനൊക്കെ പോയി വരുന്നത്, വിറകൊന്നുമില്ല, ഇവനാണ് ഏറ്റിക്കൊണ്ടിരുന്നത്. ഞാനെനിക്ക് പറ്റണ ഒരു 2 കൊള്ളിയൊക്കെ കൂടെ വെക്കാനേ എനിക്ക് പറ്റുള്ളൂ. തലയിൽ വയ്ക്കാൻ വയ്യ, കാൽമിലൊക്കെ നീരാണ്, മുട്ടിനൊക്കെ വേദനയാണ്. 2 ദിവസം 3 ദിവസമായി ഇപ്പോൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോവാൻ പറഞ്ഞിട്ട് ഞാൻ വേണ്ട, എന്താ അത്രയും പൈസ അവിടെ ചിലവാകും എന്നുള്ള ഒറ്റൊരു ഇതുകൊണ്ടാണ് ഞാൻ വേണ്ട പറഞ്ഞ് നിൽക്കണത്. അപ്പോൾ വെറുതെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ ഞാനതിൽ മടിച്ചിട്ട് ഞാൻ എനിക്ക് അസുഖം എന്ന് പറയല്ല കേട്ടോ. നാളെ നമ്മൾ വരാം കേട്ടോ. നാളെ ഇനിയിപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കുന്നതാണ് നമ്മളൊരു ധാരണ. അപ്പോൾ നാളെ കാണാം. അപ്പൂസൊന്നും പറഞ്ഞില്ല, ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. സ്കൂളത്തെ വിശേഷം ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞു കൊടുക്കണേ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേ. എൻ്റെ വർത്താനം കേൾക്കാനാ ഇഷ്ടം. നാളെയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കാണിക്കാൻ പറയാം. അപ്പം നാളെ കാണാം കേട്ടാ.